അപ്പോൾ പോക്കോ F3 GT എല്ലാം റെഡി ആയിട്ടുണ്ട്. 23 ലോഞ്ച് ഡേറ്റ്. ഈ ഫോണൊന്ന് വിറ്റ് പോയാൽ മതിയായിരുന്നു. ഇതിട്ടാണ് ഒരു കഞ്ഞിയൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടി. സുഖമായിട്ട് എനിക്ക് കഞ്ഞി കുടിക്കണം. അതാ എൻ്റെ ഇതിപ്പോൾ ഇനി ആരാ വിളിക്കുന്നത്? OnePlus. രാവിലെ തന്നെ മൂഡ് പോയി ഇവനൊക്കെ പറയും ഇറക്കിയോ നിങ്ങളുടെയൊക്കെ ഫോണ്. അതായി പിന്നെ ഫോണൊന്ന് എടുത്തേക്കാം, അതൊക്കെ എട്ടെണ്ണം ഒന്ന് കൊടുത്തേക്കാം. ഹലോ ഇത് ഞാനാ OnePlus. അറിയാവോ ഞങ്ങളെ മഹാൻ OnePlus. ആര് OnePlus? റോങ് നമ്പർ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഹലോ ചീറ്റിപ്പോയി. ഒപ്പോടെ സിമ്മിൽ നിന്ന് കോൾ ചെയ്ത് നോക്കാം, ചിലപ്പോൾ അവരെടുത്താലോ. എന്നാ പിന്നെ ഒപ്പോടെ സിമ്മിൽ നിന്ന് റിങ് ആവുന്നുണ്ട്. ഇതിപ്പിന്നെ ആരാ വീണ്ടും വിളിക്കുന്നത്? ഹലോ ഞാൻ OnePlus. നേരത്തെ വിളിച്ചാലും ഞാനല്ല കേട്ടോ. ഓഹോ നിങ്ങളല്ലായിരുന്നല്ലേ? ഓക്കെ. ആ റോങ് നമ്പർ പറഞ്ഞത് ഞാനല്ലായിരുന്നു കേട്ടോ. അല്ല ഒരു മിനിറ്റ്, ഇത് നിങ്ങൾ ഏത് നമ്പറിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്? അത് ഞാൻ ഒപ്പോടെ ഫോണിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്, കാരണം എൻ്റെ ഫോണിൻ്റെ ചാർജ് പോയിരിക്കുകയാണ്. അല്ല പക്ഷെ ഇവിടെ എഴുതി കാണിക്കുന്നത് വിവോ എന്നാണല്ലോ. എന്തോ തരക്കേടുണ്ടല്ലോ. മച്ചാനെ, ഒപ്പോ എന്ന് പറഞ്ഞാലും OnePlus എന്ന് പറഞ്ഞാലും വിവോ എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം തന്നെയല്ലേ? BBK തന്നെയല്ലേ എല്ലാം? ചുമ്മാതല്ല തനിക്ക് വ്യക്തിത്വം ഇല്ലാത്തത്. അപ്പോയല്ല ഒപ്പോന്നാ. അതല്ലടോ, കാര്യം പറയടോ. ഇതിനാ ഫോൺ വിളിച്ചേ? പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ വിളിച്ചെന്നേ ഉള്ളൂ. നിങ്ങളുടെ പുതിയ ഫോണൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ കേട്ടു. പോക്കോ F3 GT വൈസിറ്റി എന്തൊക്കെയാണ് ഫോണിന്റെ പേര്? പോക്കോ F3 GT അല്ലേ? കുഴപ്പമില്ലെന്ന് പറയാം. ഫോണൊക്കെ നോട്ട് തന്നെയൊക്കെയാണ് ഭേദം. അല്ല, ഞാൻ കേട്ട കാര്യമാണോ നിങ്ങൾ പറയണേ? ഞാൻ കേട്ടാൽ നിങ്ങളുടെ ഫോണകത്ത് തേങ്ങയുടെ ഫീച്ചർ വരുന്നുണ്ട്, മാങ്ങയുടെ ഫീച്ചറൊക്കെ വരുന്നുണ്ട്. ചുമ്മാ അല്ല, നിങ്ങൾക്ക് പിന്നെ അറ്റൻഷൻ എന്ന് പറഞ്ഞ സംഭവം ഒന്നുമില്ലേ? ഞങ്ങള് തേങ്ങയും മാങ്ങയും തന്നെയല്ല, ഞങ്ങൾ ചക്ക വയ്ക്കുന്നുണ്ട്, ഞങ്ങൾ പച്ചക്കറി വയ്ക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് വയ്ക്കുന്നുണ്ട്. വല്ലതും വേണമെങ്കിൽ പറയണേ. വേണ്ടേ, ഞങ്ങള് വിജയന്റെ കടയിൽ നിന്ന് മേടിച്ചോ. പറഞ്ഞിരുന്ന ക്വാൽക്കമിന്റെ കടയിൽ നിന്ന് മേടിച്ചോണം. അതായിരിക്കും കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ അവിടെ തന്നെ കിട്ടത്തുള്ളൂ. പിന്നെ പച്ചക്കറികളും അവിടെ തന്നെയാണ്. ക്വാൽക്കമിന്റെ പച്ചക്കറി വേറെ ലെവൽ തന്നെ. അങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങൾ ക്വാൽക്കമിന്റെ എടുത്തുനിന്ന് മേടിക്കുന്നുള്ളൂ, കാരണം ക്വാളിറ്റി ഒക്കെ ആണെന്നല്ലേ. പക്ഷെ നോട്ട് 2 ഞാൻ കേട്ടു മീഡിയാടെക്കിന്റെ ചിപ്സെറ്റ് ആണ് കൂട്ടിയത്. ഡൈമെൻസിറ്റി 1200 ആണ്. എന്തൊക്കെയാടോ പിന്നെയും കള്ളത്തരം കാര്യമാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, കാരണം നിങ്ങൾ OnePlus Note 2ന്റെ ഹൈപ്പും എല്ലാം കാരണം നിങ്ങൾ ഇപ്പം കടത്തിലാണ്. പിന്നെ അതൊന്നും വീട്ടാൻ നിങ്ങൾക്ക് പറ്റുന്നേ ഇല്ല. പിന്നെ Note 2 വല്ലതും ഉണ്ടായിക്കാൻ, അതിന് വല്ല റവന്യൂ ഉണ്ടായിക്കാൻ നിങ്ങൾക്ക് വീട്ടാൻ, അല്ലെങ്കിൽ നിങ്ങൾ കടത്തിൽ തന്നെയാണ്. ഒപ്പോ പോലും അറിയാതെ നിങ്ങൾ Realme X7 Max 5Gയുടെ ഡൈമെൻസിറ്റി 1200 ബാക്കിയുള്ളത് നിങ്ങൾ Note 2നകത്ത് ഉപയോഗിക്കുകയാണ്. അതും ഒപ്പോ പോലും അറിയാതെ. അഥവാ ഞാൻ ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെടും, നിങ്ങൾ കുടുങ്ങും, നിങ്ങളെല്ലാം പോയി OnePlus ഉപയോഗിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഫോണൊന്ന് കട്ട് ചെയ്ത്. അപ്പോൾ എനിക്ക് അവരോട് പറയാൻ ഒരു ആഗ്രഹവും ഇല്ല. അപ്പോൾ അഥവാ ഞാൻ പറയണ്ടെങ്കിൽ ഈ ഫോണൊന്ന് ദയവ് ചെയ്തൊന്ന് കട്ട് ചെയ്തൊന്ന് പോവാം. അത് ഭയങ്കര ഉപകാരപ്പെടും. നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പ്ലീസ് ഉപദ്രവിക്കരുത്. അപ്പോൾ ശരി, ബൈ, ടാറ്റ. അങ്ങനെ ഒഴിഞ്ഞു കിട്ടെ. സംഭവം അറിഞ്ഞത് നന്നായി. അല്ല, അത് പിന്നെ എല്ലാം ലീക്കായി. പക്ഷെ ഇത് ഒപ്പോടെ സിം തന്നെയായിരുന്നല്ലോ. അവര് വിവോ എന്നാണല്ലോ പറഞ്ഞത്. ഇവര് വീണ്ടും കളിപ്പിച്ച്. അപ്പൊ ഇന്ന് ഈ വീഡിയോ ഞാൻ പോക്കോ F3 GTനെ കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഈ സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് ഡേറ്റ്, ഡീറ്റെയിൽസ്, സ്പെസിഫിക്കേഷൻ എല്ലാം തന്നെ ലീക്ക് ആയിട്ടുണ്ട്. അതായിരിക്കും ഈ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഫോൺ ഈ മാസം 23-ാം തീയതി ആയിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ OnePlus Note 2 ഈ ഫോണിന്റെ ഒരു ദിവസം മുമ്പായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതാണ് 22-ാം തീയതി. അപ്പോൾ അടുത്ത ആഴ്ച തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല ഫോൺ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് 2018 ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയായിരുന്നു. പോക്കോയുടെ ഫസ്റ്റ് ഫോണാണ് നമുക്ക് പറയാൻ പറ്റും. അതാണ് പോക്കോ F1. അപ്പോൾ പോക്കോ F1 വന്നപ്പോൾ നാട്ടിലത്തെ ഫുള്ള് സ്മാർട്ട് ഫോൺ മാർക്കറ്റ് കുലുങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുപോലത്തെ ഫീച്ചേഴ്സ് ആയാലും നിങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന ആ വിലയ്ക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 20K നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ 845 ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അതിനകത്ത് ഫേസ് ID പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഐഫോൺ പോലൊക്കെ തന്നെ. അതും വേറെ ഏതോ സെൻസർസ് ഉപയോഗിച്ചൊക്കെ തന്നെയാണ് ഫേസ് ഒക്കെ അൺലോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലത്തെ ഓപ്ഷൻസ് ഒക്കെ ആ സ്മാർട്ട് ഫോണകത്ത് ഉണ്ടായിരുന്നു. നല്ല സ്പെസിഫിക്കേഷൻ തന്നെയായിരുന്നു ആ സ്മാർട്ട് ഫോൺ അത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ പോക്കോ എന്ന ബ്രാൻഡ് ശരിക്കും പറഞ്ഞാൽ ഗെയിമേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയാണ് ഈ ഫോൺസ് ഒക്കെ അവർ ഇറക്കുന്നത്. പിന്നെ ഷോമി ഒക്കെ അതുകൊണ്ടൊക്കെ തന്നെയാണ് പോക്കോ എന്ന ബ്രാൻഡ് ഇറക്കിയത്. പിന്നെ റെഡ്മിക്കകത്ത് അവർ
വാല്യൂ ഫോർ മണി ഫോൺസ് ഒക്കെ ഇറക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിൻ സംഭവങ്ങളൊക്കെ. പിന്നെ അത് തന്നെയല്ല BGMI ഒക്കെ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണൊക്കെ നല്ലോണം വിറ്റ് പോകാനൊക്കെ ചാൻസ് തന്നെയുണ്ട്. പിന്നെ ROG ഫോണിലൊക്കെ ചില ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് നിങ്ങൾ കിട്ടുന്നുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ശരിക്കും പറഞ്ഞാൽ Redmi K40 ഗെയിമിംഗ് എഡിഷൻ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ സ്പെക്സ് ഒക്കെ അറിയാം. ഫസ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. നമുക്കറിയാൻ വേണ്ടി ഫാൻസി ഡിസൈൻ ആണ്. അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിമേഴ്സ് വേണ്ടിയാണ് അവർ ഈ ഫോണൊക്കെ ലോഞ്ച് ചെയ്തത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഡിസൈൻ ഒക്കെ തന്നെയാണ് അവർ ഈ സ്മാർട്ട് ഫോണിനകത്ത് വെച്ചത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് 3 കളർ വേരിയൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് യെല്ലോ കളർ കിട്ടുന്നുണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് സിൽവറും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലാ സംഭവമൊക്കെ. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ വെയിറ്റും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് 205 ഗ്രാമായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. പിന്നെ 8.4 mm തിക്നെസ്സും ആയിട്ടായിരിക്കും ഈ സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും നല്ലത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങളൊരു ഗെയിമിംഗ് ഫോൺ പോലത്തെ എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ ഈ വിലയ്ക്ക് ഇതൊരു നല്ല ഫോൺ തന്നെയായിരിക്കും. അപ്പോൾ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും Redmi K40 എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. പക്ഷെ ചെറിയ മാറ്റങ്ങളൊക്കെ ഇപ്രാവശ്യം ഇവർ വരുത്തിയിട്ടുണ്ട് ഡിസൈനകത്ത്. അപ്പോൾ ഇവിടെയൊക്കെ അവർ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ അവർ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുത്താറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളത് ഡിസൈനും കാര്യങ്ങളെ പറ്റി നല്ല തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയും സംഭവങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണാണ് നിങ്ങൾക്ക് 6.67 ഇഞ്ചിന്റെ ഫ്ലെക്സിബിൾ AMOLED ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ല തന്നെയാണ്. നമുക്ക് പറയാൻ പറ്റും Gorilla Glass 5ന്റെ സപ്പോർട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത്. പിന്നെ HDR10+ന്റെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അത് തന്നെയല്ല ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് 10-bit കളർ ഡിസ്പ്ലേയും കൂടെ ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ 1 ബില്യൺ കളേഴ്സ് ഈ സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേക്ക് അത് ഷോ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ തന്നെ അത് നല്ല സംഭവമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് 120 ഹെർട്സിന്റെ റിഫ്രഷ് ആയിട്ടുള്ള സ്ക്രീൻ ആയിട്ടായിരിക്കും ഈ സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. പിന്നെ 480 ഹെർട്സിന്റെ ടച്ച് സാമ്പിൾ റേറ്റും ആയിട്ടായിരിക്കും ഈ സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഈ പ്രശ്നം കൺഫേം ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ 500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ്സിലൂടെ ആയിരിക്കും ഈ സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. പിന്നെ 395 ppi സ്ക്രീനുമായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഡിസ്പ്ലേയും കാര്യങ്ങളെ പറ്റി. അപ്പോൾ 480 ഹെർട്സ് ടച്ച് സാമ്പിൾ റേറ്റ് എനിക്ക് പറയാനുള്ള ഒരു നല്ല സംഭവം തന്നെയാണ്. സ്മൂത്ത് തന്നെയായിരിക്കും. പിന്നെ 120 ഹെർട്സിന്റെ റീഫ്രഷ് ആയിട്ടുള്ള സ്ക്രീനായിട്ട് തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ ഗെയിമിങ്ങിനൊക്കെ ഒരു നല്ല സംഭവമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ BGMI ഒക്കെ നിങ്ങൾ കളിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇത് ഗെയിമിംഗ് ഫോണാണ്, ചുമ്മാ നോർമൽ ഫോണല്ല. ഇത് ഗെയിമേഴ്സിന് വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് കുറേ വട്ടമൊക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു എല്ലാ സംഭവങ്ങളൊക്കെ. പിന്നെ ഈ സ്മാർട്ട് ഫോണത് നിങ്ങൾക്ക് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇൻ ഡിസ്പ്ലേ ഒന്നും ഇതിനകത്തൊന്നും കിട്ടാൻ പോകുന്നില്ല. എനിക്കൊന്നും Xiaomi ഒക്കെ കോസ്റ്റ് കട്ടിങ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ Poco കോസ്റ്റ് കട്ടിങ് ചെയ്തതായിരിക്കും ഈ പെർഫോമൻസും കാര്യങ്ങൾക്കും വേണ്ടി. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ്. അപ്പോൾ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ അത് നിങ്ങൾക്ക് ക്വാൾകമ്മിന്റെ ചിപ്സെറ്റ് ഒന്നും തന്നെ കിട്ടുന്നില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് MediaTekന്റെ Dimensity 1200 5G ചിപ്സെറ്റ് ആണ് കിട്ടുന്നത്. സെയിം തന്നെയാണ് നിങ്ങൾക്ക് OnePlus Note 2ലും കിട്ടാൻ പോകുന്നത്. പിന്നെ ഇത് 6nm ബേസ്ഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. പിന്നെ ഈ സ്മാർട്ട് ഫോണിന്റെ GPU പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് Mali G77ന്റെ GPU ആണ് കിട്ടാൻ പോകുന്നത്. പിന്നെ Dimensity 1200 നമുക്ക് പറയാൻ പറ്റും ഓൾമോസ്റ്റ് ക്ലോസ് ടു സ്നാപ്ഡ്രാഗൺ 870 ആണ് നമുക്ക് പറയാൻ പറ്റും. ഓൾമോസ്റ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 865 വരെയൊക്കെ പോയേക്കാം. അപ്പോൾ പ്രോസസ്സർ നോക്കി നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യം തന്നെയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഗെയിമേഴ്സിന് ഉണ്ടാക്കിയ ഫോണാണ്. ഈ സ്മാർട്ട് ഫോണകത്ത് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് കൂളിംഗ് സിസ്റ്റം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫോൺ നിങ്ങളുടെ കൂടുതൽ ഹീറ്റ് ഒന്നും ആവത്തില്ല. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇതുപോലത്തെ ടെക്നോളജി ഇവർ ഈ സ്മാർട്ട് ഫോണകത്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ ട്രിഗർ ബട്ടൺ ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്യുകയാണ്, ഫോർ എക്സാമ്പിൾ PUBG കളിക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ റൈറ്റിൽ നിങ്ങളിപ്പോൾ ഫോൺ ക്ലിക്ക് ചെയ്യണം, അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ROG ഫോണിനകത്തും ബ്ലാക്ക് ഷാർക്കിനകത്തൊക്കെ ഇതുപോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ ഫോണിനകത്ത് വരാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നല്ല സംഭവം തന്നെയാണ്. ഈ വിലക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മിനി ഗെയിമിംഗ് ഫോൺ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ സ്റ്റോറേജ് വേരിയൻസും കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് 6GB RAM 128GB വരുന്നുണ്ട്. 8GB RAM 128GB വരുന്നുണ്ട്. പിന്നെ 8GB RAM 256GB വേരിയന്റ് വരുന്നുണ്ട്. പിന്നെ 12GB RAM 256GB വേരിയന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ലീഗിനകത്തൊക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് UFS 3.1 സപ്പോർട്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ വേറെ കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് 3 വൈഫൈയുടെ അന്റീന ബാൻഡ്സ് ഒക്കെ ഈ സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് 3 മൈക്കാണ് കിട്ടാൻ പോകുന്നത്. ഒരെണ്ണം നോയിസ് ക്യാൻസലേഷൻ ആയിരിക്കും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ROG ഫോണിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഫോണിലോട്ടൊക്കെ വരാൻ പോകുന്നുണ്ട്. പിന്നെ മൈക്രോ SD കാർഡിന്റെ സ്ലോട്ട് ഒന്നും ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ എല്ലാ സംഭവങ്ങളൊക്കെ. 5G ഒക്കെ ഈ സ്മാർട്ട് ഫോണെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഡയമൻസിറ്റി 1200 5G ആണ്. അപ്പോൾ 5G കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല 1 ബാൻഡ് ആണോ 2 ബാൻഡ് ആണോ 3 ബാൻഡ് ആണോ. അപ്പോൾ നോക്കാം എന്താണ്. എല്ലാം മീഡിയ ടെക്കിന്റെ കയ്യിലാണ്. അവർ നല്ലോണമൊക്കെ ബാൻഡ്സ് മറ്റേ 1200 ഇട്ടാൽ കൊള്ളാം, അല്ലെങ്കിൽ പോയി. അപ്പോൾ ഇതേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ അത് തന്നെയല്ല, ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് നല്ല ഹാപ്റ്റിക്സ് കിട്ടാൻ പോവാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ലീക്കിനകത്ത് വരുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 11 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് കിട്ടാൻ പോകുന്നത്. MIUI 12.5 ആയിരിക്കും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് വിത്ത് പോക്കോ ലോഞ്ചർ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആഡ്സ് ഒന്നും കിട്ടത്തില്ല, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ എല്ലാ സംഭവങ്ങളൊക്കെ. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് 3 ക്യാമറാസ് ആണ് കിട്ടാൻ പോകുന്നത്. ഒന്നാണ് 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, പിന്നെ 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ 2 മെഗാ പിക്സലിന്റെ ആക്രോ ക്യാമറ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ ഒംനിവിഷൻ സെൻസർ ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒംനിവിഷൻ സെൻസർ ആയിരിക്കും ഇതിനകത്തൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് f1.7 ബേസ്ഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്മാർട്ട് ഫോൺ 4K 30 FPS 4K 60 FPS വരെയൊക്കെ പോയേക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലാണ്. 1080p വീഡിയോ റെക്കോർഡ് ചെയ്യത്തുള്ളൂ ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളതാണ് എല്ലാ സംഭവങ്ങളൊക്കെ. ക്യാമറാസിനകത്ത് ക്യാമറാസ് പറയാൻ പറ്റും കുഴപ്പമില്ലായിരിക്കും, പക്ഷേ പോക്കോ മെയിൻ നോക്കുന്ന ഗെയിമിങ്ങിലോട്ടൊക്കെ തന്നെയാണ്. അതിൽ പൊളിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു ക്യാമറാസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സ്മാർട്ട് ഫോണകത്ത് വേറൊരു അപ്സൈഡും ഉണ്ട്, ഡൗൺ സൈഡ് ഉണ്ട്. ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണകത്ത് ഹെഡ്ഫോൺ ജാക്കിൽ, അപ്സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണകത്ത് സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്. അതൊക്കെ കൊള്ളാം, പക്ഷേ ഹെഡ്ഫോൺ ജാക്ക് അവർക്ക് വെക്കാറുണ്ട്. കാരണം വെച്ചാൽ ഒരു ഗെയിമിംഗ് ഫോണാണ്, പിന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ പോലും അല്ല, ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോണാണ്. അവർക്ക് വേണമെങ്കിൽ വെക്കായിരുന്നു, പക്ഷേ ഹെഡ്ഫോൺ ജാക്ക് ഈ സ്മാർട്ട് ഫോണകത്ത് നിങ്ങൾക്ക്. അപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗ് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിന്റെ ബേസ് വേരിയന്റ് പറഞ്ഞാൽ 6GB RAM 128GB വേരിയന്റ് നിങ്ങൾക്ക് 30,000 രൂപയ്ക്ക് കിട്ടും. പിന്നെ ഹയർ വേരിയൻസ് പോയിക്കൊണ്ടിരിക്കും 35,000 രൂപ വരെയാണ്. അപ്പോൾ മാക്സിമം രൂപ 35,000 ആണ് ഹയർ വേരിയൻസിന്. പിന്നെ മിഡിൽ വേരിയന്റ് 33,000 32,000 വല്ലതും ആയിരിക്കും. അപ്പോൾ 30,000 to 35,000 ആണ് ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസിങ് ഒക്കെ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നല്ല ഫോൺ തന്നെയാണ്. ഈ വിലക്ക് നിങ്ങൾ നോക്കി, ഗെയിമിംഗ് ഫോണും കൂടെയാണ്. BGMI ഒക്കെ വന്നുകൊണ്ട് ഈ ഫോണൊക്കെ വിറ്റുവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കാം എന്ത് ആവുന്ന. അപ്പോൾ 23-ാം തീയതിയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഒക്കെ. അപ്പോൾ അന്ന് നമുക്ക് അറിയായിരിക്കും എന്തൊക്കെയാവുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു ഈ വീഡിയോ ഒക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.